ഇപ്പോൾ നമ്മൾ ചെറുകുന്നിൽ നിന്ന് നേരെ ചിറക്കലേക്ക് എത്തി. അതായത് ഏകദേശം 9-10 കിലോമീറ്റർ ദൂരെ ചിറക്കൽ ചിറയാണത്. അപ്പോൾ ആദ്യം ഇനി കാണാൻ പോകുന്നത് ചെറുകുന്ന് അമ്പലത്തിൻ്റെ ചിറയാണ്. അപ്പോൾ രണ്ടും കാണാത്തവർക്ക് ഒരു സുവർണ അവസരം. അതിമനോഹരമായ കാഴ്ചയാണ്. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ വകയുള്ള ചിറയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് രാത്രി കാഴ്ചയാണ് അതിമനോഹരമായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളിനി കാണാൻ പോകുന്നത് ഈ ചിറക്കൽ രാജവംശത്തിൻ്റെതാണ് ഈ അമ്പലവും ഈ ചിറയും. വലിയ കുളം, ഇതിന് ചിറ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറുകുന്നിൽ നിന്ന് നേരെ നമ്മൾ ചിറക്കലേക്ക് എത്തി. അത് 8-9 കിലോമീറ്റർ ദൂരത്തിൽ ചിറക്കൽ ചിറയാണ് നമ്മളിപ്പോഴും കാണുന്നത്. അത് രാത്രി കാഴ്ചയാണ്. ചിറക്കൽ ചിറ എന്ന് പറഞ്ഞാൽ 14 ഏക്കറിലധികം വ്യാപിച്ചെടുക്കുന്ന വലിയൊരു ജലാശയമാണ്. ശുദ്ധ ജല സ്രോതസ്സാണ്. ചെറുകുന്ന് അമ്പലത്തിൻ്റെ ചിറ ഏകദേശം 4.5 ഏക്കറിലധികം വ്യാപിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഒരു വലിയ വാഹനത്തിൽ വേണം ഇതിൻ്റെ ചുറ്റുപാടും പോകണമെങ്കിൽ തന്നെ. ഇതിൻ്റെ സൈഡിലൊക്കെ ഈ വശങ്ങളിലൊക്കെ വലിയ അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. കളരിവാതുക്കൽ ഇത് കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ അപ്പുറമാണ് ചിറക്കൽ രാജവംശത്തിൻ്റെ ചാമുണ്ടിക്കോട്ടം തെയ്യം. അപ്പോൾ വിവിധങ്ങളായ പരിപാടി. അപ്പോൾ ഈ ചിറക്കൽ ചിറ ഞാൻ രാത്രിയിൽ പകർത്തിയതാണ്. രാത്രി മനോഹരമാണ്. അപ്പോൾ ചിറക്കൽ ചിറ നേരിട്ട് കാണാൻ കഴിയാത്തവർക്ക് ഇത് കാണാം. നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഈ ചിറക്കൽ ചിറയെ ഒന്ന് വന്ന് കാണേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഭാഗം കാണിച്ച ചെറുകുന്ന് അമ്പലത്തിൻ്റെ ചിറയും വന്ന് കാണേണ്ടത്. 4.5 ഏക്കറിൽ അധികം സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത ജലാശയം നമ്മുടെ നാട്ടിൽ ഇല്ല. ഇത് 14 ഏക്കറിലോളം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ കാണുന്ന ചിറക്കൽ ചിറ. അങ്ങനെ എവിടെയും ഒരു മനുഷ്യനിർമ്മിത ജലാശയം ഇല്ല. അപ്പോൾ വളരെ പരിശുദ്ധമായി പരിപാവനമായി കരുതുന്ന സ്ഥലമാണ്. ചിറക്കൽ രാജവംശത്തിൻ്റെ അധീനതയിലുള്ള ചിറക്കൽ ചാമുണ്ടിക്കോട്ടം ഈ ചിറയുടെ തെക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ കാണുന്ന അമ്പലങ്ങളും മറ്റുമുണ്ട്. ഇതിവിടുന്ന് നേരെ നമ്മൾ വടക്ക് ഭാഗത്തേക്കാണ് കളരി വാതുക്കലെത്തുക. അവിടെ കളരിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഭാരത് കളരിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.